ിലെ അധിക്ഷേപ പരാമർശം തിരുത്തി എം എം മണി MLA പെട്ടെന്നുള്ള വികാരത്തിൽ പറഞ്ഞു പോയതെന്നും അങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്നും എം എം മണി തിരുത്തി. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടുപിന്നാലെ നടത്തിയ വിവാദ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നതോടെ എം എം മണിയെ CPIM തള്ളിയിരുന്നു. നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. തെരഞ്ഞെടുപ്പിൽ LDFന്റെ കനത്ത തോൽവിക്ക് പിന്നാലെയായിരുന്നു എം എം മണിയുടെ വിവാദ പരാമർശം. മണിയുടെ ശൈലിയിലുള്ള പ്രസ്താവനയെന്ന് MV ഗോവിന്ദൻ ന്യായീകരിച്ചു. വിഷയം പ്രതിപക്ഷം ആയുധമാക്കിയതോടെ CPIM ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ മണിയെ തള്ളിപ്പറഞ്ഞു. പിന്നാലെ എം എം മണിയുടെ തിരുത്ത്. ഞാൻ ഇന്നലത്തെ സാഹചര്യത്തിൽ അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട്. അതിന് വ്യത്യസ്ത നിലപാടൊന്നുമില്ല. അന്നേരത്തെ ഒരു കാര്യത്തിലങ്ങ് പറഞ്ഞൊന്ന് കൂട്ടിയാൽ മതി. തൊഴിലാളി വർഗ നേതാവായ എം എം മണി ഇത്തരത്തിൽ പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു എന്ന് മന്ത്രി V ശിവൻകുട്ടി. അത് എം എം മണി അങ്ങനെ പറയാൻ വേണ്ടി പാടില്ലേ? സാമൂഹികപരമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗങ്ങളെയും ഒരു രൂപത്തിലും ആക്ഷേപിക്കാൻ വേണ്ടി പാടില്ല. അത് CPIMന്റെ നയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. RSP നേതാവ് A അസീസ് കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ഞങ്ങൾ 2000 രൂപ പെൻഷൻ കൊടുത്ത് അത് വാങ്ങിച്ച് തിന്നുകൊണ്ട് നന്ദിയേട് കാണിച്ചതാണ് എന്ന് പറഞ്ഞാൽ എം എം മണിയുടെ തന്തയുടെ വകയാണോ? തിരുത്തൽ വരുത്തിയെങ്കിലും എം എം മണിയുടെ വിവാദ പ്രസ്താവന സജീവ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.